ഗൃഹസമ്പർക്ക പരിപാടിക്ക് പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയിരിക്കുകയാണ് CPM. പത്മകുമാറിനെതിരെ ഉചിതമായ സമയത്ത് നടപടി എന്ന് പറയണമെന്നുൾപ്പെടെയാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. പാർട്ടി കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലറിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CPM സർക്കുലറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹരി, അപ്പോൾ കാര്യമായിട്ട് തന്നെ പാർട്ടി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഉചിതമായ സമയത്ത് നടപടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഒരു സാധാരണ രീതിയിൽ ജനങ്ങളെടുത്ത് കാര്യമായിട്ട് സംസാരിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ സംസാരിച്ച് പോണം എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ക്ലാസ് ആണല്ലേ പാർട്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ തിരിച്ചു ചോദിക്കും, അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതിലല്ലേ കൃത്യമായിട്ട് മറുപടി വേണ്ടത്. അതിനെക്കുറിച്ച് പാർട്ടി ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഉണ്ട്. ജനങ്ങൾ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായ മറുപടി നൽകണമെന്നും ജനങ്ങളോട് വളരെ സംയമനം പാലിച്ച് സംസാരിക്കണം. തർക്കമുണ്ടായാൽ പോലും അവർക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രം മറുപടി പറയുക. തെറ്റിദ്ധാരണ പുലർത്തുന്ന പല കാര്യങ്ങളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. പക്ഷെ അതെല്ലാം ശരിയായ ധാരണ നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെയാണ് ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് പറയുമ്പോൾ CPM-നെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ നടത്തുന്ന ഒരു വലിയൊരു പ്രചരണ പരിപാടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി, പ്രതീക്ഷിച്ചൊരു വിജയം CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നോടിയായാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. പ്രധാനമായും ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നാൽ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കുക, അവരോട് ഒരു കാരണവശാലും തർക്കിക്കരുത്. കഴിയുമെങ്കിൽ ഓരോ സ്ക്വാഡുകളായി തിരിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ കഴിയുമെങ്കിൽ വീട്ടിൽ കയറിയിരുന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിക്കണം. അവർ ചിലപ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അതെല്ലാം സമാധാനപൂർവ്വം കേട്ട് അതിനുള്ള മറുപടി പറയണം എന്നൊക്കെയാണ് ആ ലിസ്റ്റിൽ പറയുന്നത്. അപ്പോൾ പൂജ പറഞ്ഞതുപോലെ പല സർക്കാരിനെതിരായിട്ടുള്ള പല കാര്യങ്ങളും ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടും സർക്കാരിൻ്റെ ഈ കടബാധ്യതയെപ്പറ്റിയും പത്മകുമാറിനെതിരെ നടപടിയെടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ എന്ത് മറുപടി കൊടുക്കണം, സമാധാനപരമായി എന്ത് മറുപടി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഇതിൽ പകർപ്പിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകണം. ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ ജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഗൃഹസമ്പർക്ക പരിപാടി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ സർക്കുലർ. ശരി, TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ വലിയൊരു തോൽവി അത് തദ്ദേശത്തിൽ ഉണ്ടാകുന്നു, ഒരു തിരിച്ചടി ഉണ്ടാകുന്നു. അതിനുശേഷം പല കാര്യങ്ങളുമായിട്ട് പാർട്ടി മുന്നിലേക്ക് പോകുന്നു. അതിലൊരു നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇതാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. ഗൃഹസമ്പർക്ക പരിപാടിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുമായി സംവദിക്കേണ്ടത്, എന്തൊക്കെ ഉത്തരങ്ങൾ നൽകണം എന്ന് വിശദമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്നത്.